നമസ്കാരം, വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. പുതുവർഷത്തിലെ ആദ്യ വാരത്തിൽ ആഭ്യന്തര വിപണി നിക്ഷേപകരെ നിരാശപ്പെടുത്തിയില്ല. തൊട്ട് മുൻപത്തെ ആഴ്ചയിലുണ്ടായ എല്ലാ ഇടിവുകളിൽ നിന്നും ശക്തമായ തിരിച്ചുവരവ് നടത്തിയ വിപണി അനായാസം 24,200 എന്ന ലെവൽ മറികടന്നു. പാദഫലങ്ങൾക്ക് മുന്നോടിയായുള്ള ബിസിനസ് അപ്ഡേറ്റ്സും ഡിസംബർ മാസത്തിലെ ഓട്ടോ സെയിൽസ് കണക്കുകളും വിപണിക്ക് പിൻബലം നൽകിയെങ്കിലും ആഴ്ചയിലെ അവസാന ദിനം ടെക്നോളജി, ഫിനാൻഷ്യൽ സെക്ടർ സൂചികകളിലുണ്ടായ പ്രോഫിറ്റ് ബുക്കിംഗ് ഇടിവിലേക്ക് നയിച്ചു. എന്നിരുന്നാലും 24,000 എന്നുള്ള നിർണായക ലെവൽ കൈവിടാതെയാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രതിവാരാടിസ്ഥാനത്തിൽ 0.5% നേട്ടം സൂചിക നൽകി. അതേസമയം ബാങ്ക് നിഫ്റ്റി 0.5% കൂടുതൽ ഇടിവിലേക്കാണ് നീങ്ങിയത്. പ്രതിവാരാടിസ്ഥാനത്തിൽ സൂചികകളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് ഓട്ടോ സൂചികയാണ്. ഓട്ടോ സെയിൽസ് കണക്കുകൾ തുണച്ച വാരത്തിൽ സൂചിക 4% കുതിച്ചത്. 3.4% മുന്നേറ്റം നടത്തിയ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയും 2.44% നേട്ടം നൽകിയ എനർജി സൂചികയും മുന്നിട്ട് നിന്നു. ഫാർമ, ഹെൽത്ത് കെയർ, FMCG സൂചികകളിലെ നേട്ടം 1.11% മുതൽ 2.43% വരെയായിരുന്നു. വളരെ ഫ്ളാറ്റായ പ്രകടനം IT സൂചിക കാഴ്ചവെച്ചപ്പോൾ സൂചികകളിൽ കൂടുതൽ ഇടിവ് നേരിട്ടത് റിയൽറ്റി ആണ്. ഇടിവ് 2.5%. അനുകൂലമായ ഡേറ്റകളെ തുടർന്ന് US സൂചികകൾ വാരാന്ത്യത്തിൽ നേട്ടത്തിലേക്ക് കുതിച്ചു. എന്നാൽ 2024 അവസാനത്തിൽ US സൂചികകളുടെ മങ്ങിയ പ്രകടനം മൂലം വീക്ക്ലി ലോസിലേക്കാണ് US സൂചികകൾ കടന്നത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് 0.6% ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് 100 0.68% ഇടിവിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. S&P 500 0.48% നഷ്ടവും രേഖപ്പെടുത്തി. പുതുവർഷ ആഘോഷങ്ങളുടെ ആലസ്യത്തിൽ നിന്നും ഉണരുന്ന അമേരിക്കൻ വിപണിയെ കാത്തിരിക്കുന്നത് തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട ഡാറ്റകളാണ്. ഒപ്പം PMI ഡാറ്റകളും വിപണി ശ്രദ്ധ ആകർഷിക്കും. US-ന്റെ നാഷണൽ ഡേയെ തുടർന്ന് 4 ട്രേഡിംഗ് ദിവസങ്ങൾ മാത്രമേ US-ൽ ഉണ്ടാവുകയുള്ളൂ. ജനുവരി 6 വരുന്ന സർവീസ് PMI കണക്കുകളാണ് ആദ്യം വിപണി ശ്രദ്ധ ആകർഷിക്കുക. നിർമ്മാണ മേഖലയിലെ ഉണർവ് സർവീസ് രംഗത്തും ഉണ്ടാകുമോ എന്നതായിരിക്കും സൂചികകൾ ഉറ്റുനോക്കുക. ജനുവരി 7 ISM നിർമ്മാണ ഇതര PMI കണക്കുകൾ കൂടി വരുന്നതോടെ അമേരിക്കയുടെ സമീപ ഭാവി നിക്ഷേപകർക്ക് വിലയിരുത്താൻ സാധിക്കും. അന്നേ ദിവസം തന്നെ വരുന്ന ജോൾസ് ജോബ് ഓപ്പണിംഗ് ഡേറ്റയാണ് തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ഡേറ്റകളിലൊന്ന്. ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസിദ്ധീകരിക്കുന്ന ഈ ഡാറ്റ US എക്കണോമിയിൽ നിലവിലുള്ള തൊഴിലവസരങ്ങളെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. US-ലെ തൊഴിലാളികളുടെ ഡിമാൻഡിനെ ഈ ഡാറ്റയിലൂടെ വിലയിരുത്താൻ സാധിക്കും. തുടർന്ന് ADP നോൺ ഫാം പേറോൾ ഡാറ്റ ജനുവരി 8 കാർഷികേതര സ്വകാര്യ തൊഴിലുകളുടെ എണ്ണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അന്ന് തന്നെ FOMC യോഗത്തിന്റെ മീറ്റിംഗ് മിനിറ്റ്സും പബ്ലിഷ് ചെയ്യും. ഫെഡിന്റെ ഭാവി നടപടികളെ സംബന്ധിച്ച സൂചനകൾ ഈ ഡാറ്റയിൽ നിന്നും ലഭിക്കും. ജനുവരി 9 പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും വരും. പോയ വാരത്തിൽ ഈ ഡാറ്റയിലുണ്ടായ അപ്രതീക്ഷിത കുറവ് നിക്ഷേപകരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. ഈ ട്രെൻഡ് തുടരുമോ എന്നും വിപണി നോക്കിക്കാണും. ജനുവരി 10 ഡിസംബറിലെ തൊഴിലില്ലായ്മ കണക്കുകൾ എത്തും. 4.2% തന്നെ തൊഴിലില്ലായ്മ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്ന് തന്നെ വരുന്ന നോൺ ഫാം പേറോൾ ഡാറ്റയോടെ ഡിസംബറിലെ തൊഴിൽ വിപണിയുടെ ചിത്രം വ്യക്തമാകും. അനുകൂലമായ PMI തൊഴിലില്ലായ്മ കണക്കുകളാണ് പോയ വാരം യൂറോപ്യൻ വിപണികളെ സ്വാധീനിച്ചത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഫുഡ്സെ 100 1.1% കുതിച്ചപ്പോൾ CAC 40 0.99% നഷ്ടവും ഡാക്സ് 0.39% ഇടിവിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അടുത്ത ആഴ്ച PMI CPI കണക്കുകളാണ് യൂറോപ്യൻ സൂചികകളെ കാത്തിരിക്കുന്നത്. ജനുവരി 6 ഫ്രാൻസ്, ജർമ്മനി, യൂറോസോൺ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സർവീസ് PMI കണക്കുകളും ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ കോമ്പസൈറ്റ് PMI ഡാറ്റയും കൂടി എത്തുന്നതോടെ വിവിധ മേഖലകളുടെ വളർച്ചയുടെ ഗതി നിക്ഷേപകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നേ ദിവസം തന്നെ പ്രസിദ്ധീകരിക്കുന്ന ജർമ്മനിയുടെ CPI ഡാറ്റയും വിപണി ശ്രദ്ധയാകർഷിക്കും. ഫ്രാൻസിന്റെയും യൂറോസോണിന്റെയും CPI കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നതോടെ യൂറോ മേഖലയുടെ പണപ്പെരുപ്പത്തിന്റെ ഗതി കൂടി വിലയിരുത്താനും ഒപ്പം സെൻട്രൽ ബാങ്കുകളുടെ ഭാവി നടപടികളെ സംബന്ധിച്ച സൂചനകളും ലഭിക്കും. ന്യൂ ഇയർ ആഘോഷങ്ങളെ തുടർന്ന് ഒരു ലോങ് വീക്കെൻഡിന് ശേഷമാണ് ജാപ്പനീസ് വിപണി ആരംഭിക്കുന്നത്. പ്രതികൂലമായ സാമ്പത്തിക ഡാറ്റകളും ഒപ്പം HMPV പടരുന്നതും ചൈനീസ് വിപണികളെ സമ്മർദ്ദത്തിലാക്കുന്നു. അടുത്തയാഴ്ച ജനുവരി 5 വന്ന സർവീസ് PMI കണക്കുകളോടായിരിക്കും ജാപ്പനീസ് വിപണിയും ഒപ്പം അന്ന് തന്നെ വരുന്ന സെയ്ജിൻ സർവീസ് PMIയോടുമായിരിക്കും
ചൈനീസ് വിപണികൾ പ്രതികരിക്കുക. തുടർന്ന് ജനുവരി 8-ന് ചൈനയുടെ CPI, PPI കണക്കുകളും വരും. ചൈനീസ് സർക്കാരിന്റെ ഉത്തേജന പാക്കേജുകൾ ഫലം കണ്ടോ എന്ന് ഈ ഡാറ്റയിലൂടെ മനസ്സിലാക്കാം. തുടർച്ചയായ രണ്ടാം ആഴ്ചയിലും ക്രൂഡ് വിപണിയിൽ നേട്ടം തുടരുകയാണ്. ബ്രന്റ് ക്രൂഡ് ആഴ്ച അവസാനം 4.14% കുതിപ്പോടെ ബാരലിന് $76.29 വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സമാനമായി WTI ക്രൂഡിലും പ്രതിവാരാടിസ്ഥാനത്തിൽ 5.02% ഉയർച്ചയുണ്ട്. ബാരലിന് $73.38 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ 2025-ൽ ഓയിൽ ഡിമാൻഡ് കുത്തനെ ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരൻ എന്ന നിലയിൽ ചൈനയുടെ സാമ്പത്തിക നയങ്ങൾ ആഗോള എണ്ണ ആവശ്യകത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ബ്രന്റ് ക്രൂഡിന്റെ ആദ്യ റെസിസ്റ്റൻസ് $76.37 തുടർന്ന് $76.8 ഇത് മറികടക്കാൻ സാധിച്ചാൽ $77.07 റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഇനി ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ $75.67 തുടർന്ന് $75.4 സപ്പോർട്ടായി കണക്കാക്കാം. തുടർന്ന് ഒരു ഇടിവുണ്ടായാൽ $74.97 എന്ന ലെവൽ വരെയും എത്തിയേക്കാം. WTI ക്രൂഡിനെ സംബന്ധിച്ച് ഫിബനാച്ചി റിട്രേസ്മെന്റ് ലെവലായ $71.14 ആദ്യ സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് $71.68, $70.94 എന്നീ ലെവലുകളിലും സപ്പോർട്ട് പ്രതീക്ഷിക്കാം. അപ്സൈഡിലേക്ക് വന്നാൽ $73.6, $74.08 എന്നീ പോയിന്റുകളാണ് പ്രധാന റെസിസ്റ്റൻസ് ലെവലുകൾ. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $74.82 റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ആഗോള സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 0.65% നേട്ടത്തോടുകൂടി ട്രോയ് ഔൺസിന് $2638.41 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ വർഷം സ്വർണ്ണവില 27% ഉയർന്ന് 14 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മധ്യേഷ്യയിലും ഉക്രൈനിലുമുള്ള ആഗോള സംഘർഷങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം സേഫ് ഹെവൻ എന്ന നിലയിൽ സ്വർണത്തിലേക്കുള്ള നിക്ഷേപം വർദ്ധിച്ചതാണ് സ്വർണ്ണ വിപണിക്ക് അനുകൂലമായത്. ടെക്നിക്കൽ സൈഡിൽ വരുന്ന സെഷനുകളിൽ സൈക്കോളജിക്കൽ ലെവലായ 2700 എന്ന ലെവൽ റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. തുടർന്ന് ഡിസംബർ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയായ $2726.34 റെസിസ്റ്റൻസ് കണക്കാക്കാം. 9-ഡേ EMA ലെവലായ $2635, 14-ഡേ EMA ലെവലായ $2633 സ്വർണത്തിന്റെ മേജർ സപ്പോർട്ട്. തുടർന്ന് ഡിസംബർ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയായ $2533.39 സപ്പോർട്ട് പരിഗണിക്കാം. കരുത്താർജിക്കുന്ന ഡോളറും വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കലും രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നത് തുടരുകയാണ്. തുടർച്ചയായ 9-ാം ആഴ്ചയിലും മൂല്യമിടിവ് നേരിട്ട് വാരാന്ത്യത്തിൽ 0.44% ഇടിവോടെ 85.74 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. രൂപയുടെ ഏറ്റവും താഴ്ന്ന നിലയായ 85.81 രൂപയിലാണ് വരുമാഴ്ചയിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 86 രൂപ ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 85.54 രൂപയിലാണ് ആദ്യ റെസിസ്റ്റൻസ് ഉള്ളത്. തുടർന്ന് 85 രൂപയിലും ഇത് മറികടന്നാൽ 100-ഡേ EMA ആയ 84.4 രൂപയിലും റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. പോയ വാരത്തിൽ FIAയുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. വിദേശ നിക്ഷേപകർ 15,544.8 കോടിയുടെ അറ്റ വിൽപ്പന നടത്തിയപ്പോൾ DIAകൾ 11,786.81 കോടിയുടെ നിക്ഷേപവും നടത്തി. കഴിഞ്ഞ ആഴ്ച ഡിസംബർ 31-നെത്തിയ ഫെഡറൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണക്കുകളായിരുന്നു നിർണായകമായത്. ഡിസംബറിൽ 7,508.24 ബില്യൺ രൂപയായിരുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഡിസംബറിൽ 8,460.94 ബില്യൺ രൂപയിലെത്തി. ജനുവരി 1-നെത്തിയ നിക്കേ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI കണക്കുകളായിരുന്നു പോയ വാരം എത്തിയ മറ്റൊരു പ്രധാന ഡാറ്റ. ഡിസംബർ 2-ലെ 56.5-ൽ നിന്നും 57.4 ഉയരുമെന്നായിരുന്നു അനുമാനങ്ങൾ. എങ്കിലും 56.4 താഴുകയായിരുന്നു ചെയ്തത്. വരുന്ന വാരം ജനുവരി 6-ന് നിക്കേ സർവീസ് PMI ഡാറ്റകൾ പുറത്തുവരും. ജനുവരി 7-ന് മണി സപ്ലൈ കണക്കുകളും എത്തുന്നുണ്ട്. ജനുവരി 10-ന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കണക്കുകളും മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് ഡാറ്റയും പുറത്തുവരും. പതിവ് പോലെ തന്നെ ഫോറക്സ് കണക്കുകളും ജനുവരി 10-ന് എത്തുന്നുണ്ട്. ജനുവരി 3-ന് അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം
$4.11 ബില്യൺ താഴ്ന്ന് $640.27 ബില്യൺ അടുത്ത വാരത്തോടുകൂടി റിസൾട്ട് സീസണ് തുടക്കമാവുകയാണ്. ജനുവരി 9-നെത്തുന്ന TCSന്റെ പാദഫലങ്ങളോടെയായിരിക്കും നിഫ്റ്റി 50 കമ്പനികളുടെ റിസൾട്ട് സീസണ് തുടക്കമാവുക. അന്നേ ദിവസം തന്നെ ടാറ്റ എലക്സി IREDA ഫലങ്ങളും എത്തും. ജനുവരി 7-ന് മൊബിക്വിക്കും ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. TCS, HCL ടെക്, ഇൻഫോസിസ്, വിപ്രോ അടങ്ങുന്ന ടയർ 1 IT കമ്പനികളുടെ വളർച്ച നെഗറ്റീവ് മുതൽ 5% വളർച്ച രേഖപ്പെടുത്താനാണ് സാധ്യത. പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, LTIMindtree, കൊഫോർജ് അടങ്ങുന്ന മിഡ് ടയർ IT കമ്പനികളുടെ മൂന്നാം പാദത്തിൽ നെഗറ്റീവ് മുതൽ 20% വരെ വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. IPO മാർക്കറ്റിലേക്ക് വന്നാൽ അടുത്തയാഴ്ച സബ്സ്ക്രിപ്ഷനുമായി എത്തുന്നത് സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിംഗ് ടെക്നോളജി ലിമിറ്റഡ് ആണ്. 2012-ൽ സ്ഥാപിതമായ കമ്പനി ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിക്കൽ സെക്ടറിൽ എഞ്ചിനീയറിംഗ് എക്യുപ്മെന്റ്സ് നിർമ്മിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് 410.05 കോടി രൂപയാണ്. ജനുവരി 6-ന് ഓപ്പൺ ആകുന്ന കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് ജനുവരി 8-നാണ്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 133 രൂപ മുതൽ 140 രൂപ വരെയാണ്. ജനുവരി 13-നാണ് കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുക. ക്വാഡ്രൻ ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് ആണ് IPOയുമായി വരുന്ന മറ്റൊരു കമ്പനി. 2015-ൽ സ്ഥാപിതമായ കമ്പനി ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ട്രെയിൻ കൺട്രോൾ ആൻഡ് സിഗ്നലിംഗ് സിസ്റ്റംസ് വികസിപ്പിച്ചു വരുന്നു. റെയിൽവേക്ക് വേണ്ടിയുള്ള കവച് പ്രൊജക്ടിലൂടെ യാത്രക്കാരുടെ സുരക്ഷ കമ്പനി ഉറപ്പുവരുത്തുന്നു. ഇതുകൂടാതെ കേബിൾ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയും കമ്പനിക്കുണ്ട്. കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് 290 കോടി രൂപയാണ്. ജനുവരി 7-ന് ഓപ്പൺ ആകുന്ന കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 9-ാം തീയതിയാണ്. പ്രൈസ് ബാൻഡ് 275 രൂപ മുതൽ 290 രൂപ വരെയാണ്. ജനുവരി 14-നാണ് കമ്പനി ലിസ്റ്റ് ചെയ്യുക. ക്യാപിറ്റൽ ഇൻഫ്ര ട്രസ്റ്റിന്റെ IPO 1578 കോടി രൂപയുടേതാണ്. 2023-ൽ സ്ഥാപിതമായ കമ്പനി ഗവാർ കൺസ്ട്രക്ഷൻ ലിമിറ്റഡിന്റെ കീഴിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ആണ്. ജനുവരി 7-ന് ഓപ്പൺ ആകുന്ന കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് ജനുവരി 9-നും. പ്രൈസ് ബാൻഡ് 99 രൂപ മുതൽ 100 രൂപ വരെയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ജനുവരി 14-നാകും കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുക. ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ സ്ലൈറ്റ് വോളറ്റിലിറ്റി ഉള്ള മൂവ്മെന്റ് ആയിരുന്നു സെഷൻസിൽ ഉടനീളം കാണാൻ സാധിച്ചത്. ഡെയിലി ബേസിസിൽ 0.76% നേട്ടവും വീക്കിലി ബേസിസിൽ 0.8% നേട്ടമുണ്ടായെങ്കിലും വ്യാഴാഴ്ചയിലെ ഹൈ ലെവൽ സസ്റ്റെയിൻ ചെയ്യാതെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫൈനാൻഷ്യൽ, ടെക്നോളജി, ഫാർമ സ്റ്റോക്കുകളിലെ സെല്ലിംഗ് പ്രഷർ ആയിരുന്നു ഈ മൂവ്മെന്റിന് കാരണം. HDFC സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി പറയുന്നത് നിഫ്റ്റിയുടെ ഷോർട്ട് ടേം അപ് ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട് എന്നാണ്. വ്യാഴാഴ്ചത്തെ ഹൈ ലെവലായ 24,226-ന് മുകളിലുള്ള ഏതൊരു മൂവ്മെന്റും ഒരു പുതിയ ബൈയിങ് പ്രഷർ ഉണ്ടാക്കിയേക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഏകദേശം 23,930, 23,840 എന്നീ റേഞ്ചിലും റെസിസ്റ്റൻസ് 24,400, 24,500 ലെവലിലായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിഫ്റ്റിയുടെ അണ്ടർലൈയിങ് ട്രെൻഡ് സ്ട്രോങ് ആണെന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ പറയുന്നത്. വരും ട്രേഡിംഗ് സെഷനുകളിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 200 SMA ലെവലായ 23,900, ഇത് ബ്രേക്ക് ചെയ്താൽ 23,850, തുടർന്ന് 23,800 എന്ന റേഞ്ച് ടെസ്റ്റ് ചെയ്തേക്കാമെന്നും അവർ സൂചിപ്പിക്കുന്നു. അപ്സൈഡിൽ 24,200, 24,250 ലെവൽ റെസിസ്റ്റൻസ് ആയി കൺസിഡർ ചെയ്യാമെന്നും അവർ പറയുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ആഴ്ചയിലെ അവസാന ദിനം 1.2% ഒരു നെഗറ്റീവ് പെർഫോമൻസ് നൽകിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സൂചിക നിലവിൽ എല്ലാ മൂവിംഗ് ആവറേജുകളുടെ താഴെ ട്രേഡ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് സൂചനയാണെന്നും SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ 50,500 മുതൽ 50,600 റേഞ്ച് ഇമ്മീഡിയറ്റ് സപ്പോർട്ടും ടോപ്പ് സൈഡിൽ 100, 50 SMA ലെവലുകളായ 51,765 മുതൽ 51,830 വരെ റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും അവർ സൂചിപ്പിക്കുന്നു. വരുന്ന വാരത്തിൽ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ നിലനിർത്താനായാൽ നിഫ്റ്റിയിൽ വീണ്ടും ബുള്ളിഷ് സെന്റിമെന്റ് തുടരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഒപ്പം പാദഫലങ്ങളും വിപണിയുടെ ഗതിയെ മാറ്റിമറിച്ചേക്കാം. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും പ്രീ മാർക്കറ്റ് അനാലിസിസുമായി തിങ്കളാഴ്ച രാവിലെ 8:00 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.